ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു Finnychayans വേൾഡ്. ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് ഒരു കിടുക്കാച്ചി ഫ്രൈഡ് റൈസ് റെസിപ്പിയായിട്ടാണ് എത്തിയിരിക്കുന്നത്. ഇത് ഉണ്ടാക്കുന്ന ഒരു പ്രത്യേക രീതിയിലാണ്. അതെന്ന് പറഞ്ഞാൽ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ കിടു ടേസ്റ്റാണ്. ഇത് നമുക്ക് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണണ്ടേ? പിന്നെ വേറൊരു കാര്യം, ഇത് ഞാനല്ല ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ, എൻ്റെ ഭാര്യ ഉണ്ടാക്കിയിരിക്കുന്നതാണ്. നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കിയാലോ. നിങ്ങൾ മൊത്തം ഈ വീഡിയോ കാണണം കേട്ടോ, മറക്കല്ലേ. ചിക്കൻ ഫ്രൈഡ് റൈസിന് വേണ്ടുന്ന സാധനങ്ങൾ: വേവിച്ച് വെച്ച ബസുമതി റൈസ്, അത് അരമണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്തിട്ട് വേവിച്ച് വെച്ചതാണ്. പിന്നെ വേണ്ടത് ചിക്കനാണ്. ഞാനിവിടെ ചിക്കൻ ബ്രസ്റ്റാണ് എടുത്തത്. ഞാൻ ഉപ്പും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഇട്ട് വറുത്ത് വെച്ച ചിക്കൻ ബ്രസ്റ്റാണ്. പിന്നെ ക്യാരറ്റ്, ബീൻസ്, ക്യാരറ്റും ബീൻസും ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞത്, 3 മുട്ട, ക്യാപ്സിക്കം 2 ക്യാപ്സിക്കം ഉണ്ട്, 2 കളറ്, പിന്നെ വെളുത്തുള്ളി, ഇഞ്ചി, മാഗി ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞതാണ് രണ്ടും, മാഗി ക്യൂബ്സ്, ചെറിയൊരു ഉള്ളി ചെറിയ കഷ്ണങ്ങളായിട്ട്, ചെറിയൊരു ഉള്ളിയാണ് ഇതിനടുത്തേക്ക്, ചെറിയ ഉള്ളിയുടെ ആവശ്യമുള്ളൂ. പിന്നെ കുരുമുളക് പൊടി, ഉപ്പ്, റൈസൻസും കാഷ്യൂ. ഇതാണെങ്കിൽ ജസ്റ്റ് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് കടിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് റൈസൻസും കാഷ്യൂ. പിന്നെ അതിന് വേണ്ടുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സോയാ സോസ്. ഞാൻ ഇത്തിരി സോയാ സോസ് എടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് എണ്ണ. നമുക്കൊരു പാത്രം എടുത്ത് അടുപ്പിൽ വെച്ച് ചൂടാക്കാം. ചൂടായി കഴിയുമ്പോൾ ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് ആദ്യം തന്നെ നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന ആ കാഷ്യൂം റൈസൻസും ഒന്ന് മൂപ്പിച്ചെടുക്കാം. അത് മൂപ്പിച്ചെടുത്ത് നമുക്ക് മാറ്റി വയ്ക്കണം. കാഷ്യൂ റൈസൻസ് നമ്മൾ മൂപ്പിച്ചെടുക്കുകയാണ്. മൂപ്പിച്ചെടുത്ത ശേഷം നമുക്കത് മാറ്റി വയ്ക്കാം. അടുത്തതായി നമ്മൾ എടുത്ത് വെച്ചിരുന്ന കാഷ്യൂ അതുപോലെ തന്നെ മൂപ്പിച്ചെടുക്കാം. ചെറിയൊരു ബ്രൗൺ കളർ വേണമെങ്കിൽ നമ്മൾ മൂപ്പിച്ചെടുത്താൽ മതി. നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന കാഷ്യൂ നല്ലൊരു മൂത്ത ശേഷം മാറ്റി വയ്ക്കാം. ആ സെയിം പാത്രത്തിൽ തന്നെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മുട്ട ഇടാം. മുട്ട ഇട്ട് കഴിഞ്ഞിട്ട് ഇത്തിരി ഉപ്പും കുരുമുളക് പൊടിയും ഇട്ട് നല്ല രീതിയിൽ ചിക്കി എടുക്കണം. അത് ഇതുപോലെ നല്ലോണം ചിക്കി എടുത്ത ശേഷം നമ്മളൊരു പാത്രത്തിലേക്ക് ഇട്ട് മാറ്റി വയ്ക്കാം. ആ സെയിം പാത്രത്തിൽ തന്നെ നമ്മൾ പിന്നെ ഇത്തിരി കൂടെ എണ്ണ ഒഴിച്ചിട്ട് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചേക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി ഇട്ട് ഒന്ന് അതിൻ്റെ പച്ചമണം മാറുന്നിടം വരെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. നല്ല രീതിയിൽ അതിൻ്റെ പച്ചമണം ഒന്ന് ഇത്തിരി മതി. അതിൻ്റെ പച്ചമണം ഒത്തിരി ഇഞ്ചിയും വെളുത്തുള്ളി ആയാൽ ഫ്രൈഡ് റൈസിന് വേറൊരു ടേസ്റ്റ് ആവും. അതിൻ്റെ പച്ചമണം മാറുന്ന വരെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. അതിനുശേഷം അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന ചെറുതായിട്ട് കഴിഞ്ഞാൽ ഉള്ളി ചേർക്കണം. ഉള്ളി ഒന്ന് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഒരു ബ്രൗൺ കളർ വരുന്ന വരെ നമ്മൾ ഉള്ളി ഒന്ന് മൂപ്പിച്ചെടുക്കണം. അതിപ്പം ബ്രൗൺ ചെറുതായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന ബീൻസ്, ക്യാരറ്റൂടെ അതിലോട്ടിടുക. അത് ഇതുപോലെ ചെറുതായിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ചെറുതായിട്ടൊന്ന് വെന്താൽ മതി ഈ ക്യാരറ്റും ബീൻസും. നമ്മൾ ഈ സമയത്ത് വേണമെങ്കിൽ നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് പിന്നെയും നല്ല രീതിയിൽ ഇളക്കണം. ഉപ്പ് നമ്മൾ സൂക്ഷിച്ച് ചേർക്കണം. കാരണം നമ്മൾ ചിക്കൻ ബ്രസ്റ്റിനകത്ത് ഉപ്പ് ചേർത്തിട്ടുണ്ട്, മുട്ടയ്ക്ക് ഉപ്പ് ചേർത്തിട്ടുണ്ട്, റൈസ് വേവിച്ച് വെച്ചപ്പോൾ അതിനകത്ത് ഉപ്പ് ചേർത്തിട്ടുണ്ട്. നമ്മളത് സൂക്ഷിച്ച് വേണം ഉപ്പ് ചേർക്കാൻ. പിന്നെ ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ആയിക്കഴിഞ്ഞാൽ നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന ക്യാപ്സിക്കം 2 എടുത്തിടാം. അതും ഒന്ന് ഇതേപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. ഇളക്കി അതിൻ്റെ ഒരു ചെറുതായിട്ടൊന്ന് വാടി കിട്ടി കഴിഞ്ഞിട്ട് നമ്മളെടുത്ത് വെച്ചേക്കുന്ന മാഗി ക്യൂബ്സ് ഇട്ട് ഇതിനകത്തോട്ട് ഇളക്കാം. മാഗി ക്യൂബ്സ് ചെറുതായിട്ട് പൊടിയായിട്ട് ആക്കിയിട്ട് വേണം നമ്മൾ ഇടാൻ. അത് ഒരു ക്യൂബായിട്ടാണ് കിട്ടുന്നത്. നമ്മളത് ചെറുതായിട്ടൊന്ന് പൊടിച്ച് ചേർത്ത് കൊടുക്കണം. അതൊന്ന് നല്ലോണം വഴണ്ട് കിട്ടിക്കഴിഞ്ഞിട്ട് അത് ഈ സമയത്ത് വേണം നമ്മളെടുത്തതിനകത്ത് ഇത്തിരി കുരുമുളക് പൊടിയോടെ ഇട്ട് ഇളക്കാം. കുരുമുളക് പൊടിയും ഉപ്പുമാണ് ഇതിന് വേണ്ടുന്ന പ്രധാനപ്പെട്ട ഐറ്റംസ്. അതൊന്ന് മൂത്ത് കഴിഞ്ഞപ്പം നമ്മൾ നേരത്തെ ചിക്കി വെച്ചിരിക്കുന്ന മുട്ടയോടെ ഇട്ട് ഇളക്കിയെടുക്കാം.
അതൊന്ന് കഴിഞ്ഞിട്ട് നമ്മളെടുത്ത് വെച്ചേക്കുന്ന ചിക്കൻ ചെറുതായിട്ട് അരിഞ്ഞ് വറുത്ത് വെച്ചേക്കുന്ന ചിക്കൻ ബ്രസ്റ്റ് കൂടെ അതിലൂടെ ചേർക്കാം. അതൊന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. അതൊന്ന് ഇളകി കഴിഞ്ഞ ശേഷം അതൊന്ന് ഇളകി കഴിഞ്ഞ ശേഷം എടുത്ത് വെച്ചേക്കുന്ന ക്യാഷ്യൂ റൈസൻസ് കൂടെ അതിലിട്ട് ഇളക്കിയെടുക്കാം. ഇതെല്ലാം നല്ല രീതിയിൽ ഒന്ന് യോജിപ്പിച്ചെടുത്ത് നമ്മൾ ചെറുതാക്കി ഒന്ന് ചൂടാക്കി എടുക്കണം. അത് ചൂടാക്കി എടുത്ത ശേഷം നമ്മൾ വേവിച്ച് വെച്ചേക്കുന്ന ബസുമതി റൈസ് ചെറുതായിട്ട് അതിനോട്ടിട്ട് ഇളക്കിയെടുക്കണം. ആദ്യം കുറേശ്ശെ ഇട്ട് ഇളക്കിയിട്ട് യോജിപ്പിക്കണം. പിന്നെ അതൊന്ന് യോജിച്ച് കഴിഞ്ഞ ശേഷം ബാക്കി എടുത്ത് വെച്ചേക്കുന്ന എല്ലാം കൂടെ ഇട്ട് നമ്മൾ യോജിപ്പിച്ചെടുക്കണം. യോജിപ്പിച്ച് നല്ല രീതിയിൽ യോജിപ്പിച്ചെടുക്കണേ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആവശ്യത്തിന് ഇത്തിരി സോയാ സോസ് ഒഴിക്കണം. സോയാ സോസ് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഉപയോഗിച്ചാൽ മതി, അല്ലെങ്കിൽ ഉപയോഗിക്കേണ്ട. ചിലർക്ക് സോയാ സോസ് വലിയ ടേസ്റ്റ് ഇഷ്ടമാകില്ല. സോയാ സോസ് എടുക്കണം. നല്ല നമ്മുടെ കിടുക്കാച്ചി ഫ്രൈഡ് റൈസ് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം. ഉണ്ടോ, നല്ല ടേസ്റ്റ്, നല്ല കളർഫുള്ളായിട്ടുള്ള നല്ലതാണ്. നമുക്കിത് ചില്ലി ചിക്കനോടെ ഇത് ചില്ലി ഗോപിയോടെ കൂടെ കഴിക്കാം. ഇത് രണ്ടും ഇല്ലെങ്കിൽ നമ്മൾക്കിത് കറികളൊന്നും ഇല്ലെങ്കിൽ നമുക്കിത് കഴിക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ഫ്രൈഡ് റൈസാണ്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത്